വെൽക്കം. ആചാര്യശ്രീയോടുള്ള എൻ്റെ സംഭാഷണം തുടരുകയാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ വേദശാസ്ത്രപരമായും സാംസ്കാരികമായും ചരിത്രപരമായുമുള്ള പല ആശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്കേവർക്കും പ്രാപിപ്പാനും അതിനെപ്പറ്റി ചിന്തിക്കാനും അവസരം ലഭിച്ചു എന്നതിൽ നാം ഏവരും സന്തുഷ്ടരാണ്. ആചാര്യശ്രീയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രധാനമായും ഈ കൊച്ചു സംസ്ഥാനം നാം സ്നേഹിക്കുകയും നമ്മുടെ സ്വപ്നങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഞെട്ടിപ്പിക്കുന്ന ഇടിവുകൾ, തകർച്ചകൾ നമ്മേവരെയും അതീവമായി ദുഃഖിപ്പിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിന്, ഒരു സംസ്കാരത്തിന് ഇത്രമാത്രം രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിലനിൽപ്പിനെ ഇത് അപകടത്തിലാക്കുമോ എന്ന വിധത്തിൽ നമ്മെ അങ്കലാപ്പിലാക്കുവാൻ പര്യാപ്തമായ സംഭവങ്ങളാണ് ഈ കാലങ്ങളിൽ അടിക്കടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ദീർഘനാൾ കേരളത്തിൻ്റെ വെളിയിൽ വസിക്കുകയും തൻ്റെ ആത്മീയ ദർശനത്തെ വിവിധ തരത്തിലുള്ള ദൗത്യങ്ങളായി രൂപീകരിച്ച് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുകയും ചെയ്ത ആചാര്യശ്രീയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം എന്താണ്, ആ ദർശനത്തെ പ്രാവർത്തികമാക്കുവാൻ ഉദ്ദേശിക്കുന്ന ദൗത്യ മേഖലകൾ അല്ലെങ്കിൽ ദൗത്യ രീതികൾ, മിഷൻ സ്ട്രാറ്റജീസ് എന്താണ് എന്നതിനെപ്പറ്റി നിശ്ചയമായും കേരളത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും താല്പര്യമുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ശിഷ്ടമുള്ള സമയം ഞാൻ ആചാര്യശ്രീക്ക് കൈമാറുകയാണ്. കൊച്ചു കേരളത്തെ പറ്റിയുള്ള അങ്ങയുടെ സങ്കല്പങ്ങളും ദൗത്യങ്ങളും എന്താണ്? സംഭവിച്ചോ നമ്മുടെ ഈ സംവാദം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നത് വലിയൊരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഒരുപക്ഷെ ദൈവനിശ്ചയമാണ് ഞാനിവിടെ വരാനും അങ്ങുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംവാദം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, എക്സ്പ്രഷൻ എന്നുള്ള എൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പുസ്തകങ്ങൾ എഴുതുക മാത്രമല്ല, അത് പിന്നീട് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ UP-യിൽ അത് ചെയ്തിട്ടുണ്ട്, ബീഹാറിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വെള്ളപ്പൊക്ക കാലത്താണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത്, 2018. അപ്പോൾ വന്നതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ആണ് ഞാൻ വന്നത്, ആയുർവേദത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ ആ വെള്ളപ്പൊക്ക കാലത്ത് നമ്മുടെ മലയാളികളുടെ സാഹസികതയും ആ ഒരു കൂട്ടായ്മയും കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രചോദനം തോന്നി. മലയാളിയാണെന്ന രീതിയിൽ ഞാൻ അഭിമാനിച്ചു. കാരണം അന്ന് കണ്ടതെല്ലാം ഭയങ്കര ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടലായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു. ഞാൻ ആ സമയത്ത് ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയുണ്ടായി, സമഗ്ര നവോത്ഥാന മഹായജ്ഞം എന്ന് പറഞ്ഞൊരു പുസ്തകം കേരളത്തിന് വേണ്ടി മാത്രം എഴുതിയതാണ്. അത് ഒത്തിരി പേർക്ക് വലിയ താല്പര്യമായി. ഒരു പ്രകാശനമൊക്കെ POC-യിൽ പാലാരിവട്ടത്ത് നടത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി, സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഇൻ്റഗ്രൽ റിനൈസൻസ് മൂവ്മെൻറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു. അത് ഗവർണർ വന്നിട്ടാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് കൊച്ചിയിൽ വെച്ചിട്ട്. ഇപ്പോഴത്തെ ഈ പോയ ഗവർണർ എൻ്റെ ഒരു വലിയ ആത്മസുഹൃത്തായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം നമ്മുടെ ആശ്രമത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സ്വാമി രംഗനാഥൻജിയുടെ ശിഷ്യന്മാരുമാണ്, രാമകൃഷ്ണ മിഷൻ. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായി ഡിസംബർ 15, 2019 ഞങ്ങൾ ഈ ഇൻ്റഗ്രൽ റിനൈസൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ആ ഇൻ്റഗ്രൽ റിനൈസൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു കേരള മോഡൽ നമുക്കുണ്ടാക്കണം. കാരണം ഈ കേരളം അതിന് പല ഗുണങ്ങളുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ വലിയ സാഹസികതയുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ചിലർ ചോദിക്കാവുന്നൊരു ചോദ്യം, മലയാളി നോർമലാകാൻ പ്രകൃതി ദുരന്തം തന്നെ വേണോ എന്നൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയാണ്. അല്ലല്ല, അതൊരു പ്രകൃതി നിയമമാണ് അച്ചോ. കാരണം നമ്മുടെ ഈ ഭാരതത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വികടിതമായി നിൽക്കുന്നു. ഒരു യുദ്ധം ഉണ്ടാകട്ടെ പാകിസ്ഥാനുമായിട്ട് നമ്മളെല്ലാം ഒന്നിക്കും. അപ്പൊ ഇത് വലിയൊരു പ്രകൃതി നിയമമാണ്. അപ്പൊ ഈ മലയാളിക്ക് ഇങ്ങനെ ഒരു ചലഞ്ചിങ് ഇത് വന്നു കഴിഞ്ഞാൽ അവരും യോജിക്കും. അങ്ങനെ ചലഞ്ചിങ് ഒരു മിഷൻ എന്നില്ല നമുക്ക്.
അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ വിഘടിതമായ ചിന്തകളാണ് ഒരു പാർട്ടിയുടെ. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളി ഒന്നിച്ചത് മതത്തിന്റെ മതിലുകളെ അതിജീവിച്ചിട്ടാണ്. അതെ, കാരണം ഈ ദുരന്തം എന്ന് പറയുമ്പോൾ പിന്നെ മതമല്ലല്ലോ, അവിടെ ജീവിക്കിന്റെ ഒരു ഇതാണല്ലോ. അതെ. അപ്പോ അങ്ങനെ ഒരു ദർശനമാണ് പിന്നീട് ഞാൻ ഈ സമഗ്ര നവോത്ഥാന മഹായജ്ഞത്തിൽ അതാണ് വച്ചിരിക്കുന്നത്. അതെ. നമുക്ക് കേരളത്തിന് ഇപ്പൊ നമ്മൾ ഭാരതത്തിന് ഭാരതീയ ധർമ്മരാജ്യം എന്ന ദർശനം കൊടുക്കുന്ന പോലെ കേരളത്തിന് ഒരു ദർശനം കൊടുക്കുന്നുണ്ട്, ചൈതന്യ കേരളം. വെരി നൈസ്. ചൈതന്യമാർന്നൊരു കേരള നാടേ, ധീര വീരരാം മക്കൾ തൻ തായേ, ഭാരത മാതാവിന്നോമന പുത്രി നീ മാനവരാശി തൻ പ്രത്യാശയല്ലോ. അങ്ങനെ പോകുന്ന ഒരു ചൈതന്യ കേരള അടിസ്ഥാന ഗാനം തന്നെ ഞാൻ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു കൈകൊട്ടിക്കളി അല്ലെങ്കിൽ ഒരു പരിശമട്ട് കളി, ഇങ്ങനെ തനതായിട്ടുള്ള കേരള സംസ്കാരത്തിന് അനുരൂപമായിട്ട് കേരളം മുഴുവൻ പ്രദർശിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊക്കെയുണ്ട്, സമയമെടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു ദർശനമുണ്ട് ചൈതന്യ കേരളം. ഇനി ഈ ദർശന സാക്ഷാത്കാരത്തിന് നമ്മുടെ ഐഡിയോളജി അത് തന്നെയാണ്, ത്യാഗാർച്ചന. അപ്പൊ ത്യാഗാർച്ചന ചൈതന്യ കേരള മഹായജ്ഞം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ത്യാഗാർച്ചന എന്നുള്ള പ്രത്യേക ശാസ്ത്രം ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം, ത്യാഗം, സേവനം, ആ ശിഷ്ടശക്തിത്രയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ശാസ്ത്രം. വാസ്തവത്തിൽ അത് എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അതുപോലെ ചൈതന്യ കേരളം എന്നുള്ളത് എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ദർശനമാണ്. കാരണം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഈ ചൈതന്യ കേരളം, ദൈവ ചൈതന്യം മുറ്റി നിൽക്കുന്ന കേരളം. അപ്പൊ ഈ ചൈതന്യ കേരളം എന്ന ദർശനവും ത്യാഗാർച്ചന എന്ന പ്രത്യേക ശാസ്ത്രവും കൈമുതലാക്കിക്കൊണ്ട് നമ്മളൊരു ത്യാഗാർച്ചന ചൈതന്യ കേരള മഹായജ്ഞം തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു കൈപ്പുസ്തകമാണ് ഇത് കാണുന്നത്, ത്യാഗാർച്ചന കേരള മഹായജ്ഞം. അപ്പൊ അതില് നമ്മൾ വിവരിക്കുന്നത് ഇതാണ്, ഈ ത്യാഗാർച്ചന എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാരണം അത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കണല്ലോ. അപ്പൊ ശിഷ്ടശക്തിത്രയം, ദുഷ്ടശക്തിത്രയം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ സമഗ്ര നവോത്ഥാനത്തിന് ഒരു സർവധർമ്മ സ്നേഹ വിപ്ലവം നന്നായി ഇഷ്ടപ്പെട്ടു പറഞ്ഞാട്ടെ. അപ്പോ ഇതൊരു സ്നേഹ വിപ്ലവമാണ്. ഞാനിപ്പോ ആലപ്പുഴ ഇന്നാളെ അച്ഛൻ ചോദിച്ചല്ലോ എന്തിനാണ് ഈ ആലപ്പുഴ വന്ന് ആശ്രമം തുടങ്ങിയുള്ളത്. അവസാനത്തെ ആശ്രമമാണ്, 5ാമത്തെ ആശ്രമമാണ്, ദൈവകൃപ ആശ്രമം. ഈ ആലപ്പുഴ വരാനൊരു കാരണമുണ്ട് അച്ഛോ. ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ പിള്ളത്തൊട്ടിൽ ആലപ്പുഴയായിരുന്നു. ഈ പുന്നപ്ര വയലാർക്കെ അവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യുവത്വത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു കാലത്ത് EMS ആണ് കേരളത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്ന ആദ്യത്തെ വ്യക്തി എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം യേശു പറഞ്ഞ പോലെ നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തിട്ട് വരാൻ ധനികനായ യുവാവിനോട് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. എൻ്റെ ഉണ്ടായിരുന്നെല്ലാം കൊടുത്ത് 2 ഷർട്ടും മുണ്ടുമായിട്ട് ഇറങ്ങി തിരിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രചോദനം തോന്നി. ഒരുപക്ഷെ അദ്ദേഹമായിരുന്നു എന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണം. ഇന്നിപ്പോ ഞാൻ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട് നിൽക്കുന്നത് പോലെ ആ കാലങ്ങളിൽ EMS എന്നെ ആകർഷിച്ചു. ഞാനന്ന് സഭയിൽ ഇതൊക്കെ വിട്ട കാലമാണ്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിള്ളത്തൊട്ടിലാണ് ആലപ്പുഴ. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ അവിടെ ഒരു സ്നേഹമോ ക്രിയാത്മകതയോ ഒന്നുമില്ല. ഒരു വിദ്വേഷത്തിന്റെ, ഒരു അക്രമത്തിന്റെ ഒരു സംസ്കാരമാണ് അതിന്റെ അടിയിൽ കിടക്കുന്നത്. അത് ചരിത്രത്തിൽ നോക്കി എവിടെയെല്ലാം കമ്മ്യൂണിസം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അക്രമത്തിന്റെ ഒരു സംസ്കാരം വളർന്നു വന്നു. ഉദാഹരണത്തിന് ചൈനയിൽ തന്നെ കമ്മ്യൂണിസം അധികാരത്തിൽ വരുത്താൻ 5 കോടിയിൽ പല ആളുകളെ കൊന്നു. പിന്നെ അത് നിലനിർത്താൻ വേണ്ടി 7 കോടി ആളുകളെ കൊന്നു. റഷ്യയിലും അതുപോലെ തന്നെയാണ്. ഈ കോടികളെ കൊന്ന് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസം അത് നിലനിർത്താൻ വേണ്ടി അതിൽ കൂടുതൽ കൊല്ലേണ്ട വന്നു. അപ്പൊ അത് എവിടെയും നടക്കുന്ന ഒന്നാണ്, വാളെടുക്കുന്നവൻ വാളാലേ. നമ്മൾ അക്രമത്തിന്റെ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്നാൽ ആ അധികാരം നിലനിർത്താൻ അക്രമപരമായ മാർഗം വേണം. നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും കൊച്ചു കേരളത്തിൽ കാണാമല്ലോ. ഇതിപ്പോ നമ്മുടെ കൊലപാതക രാഷ്ട്രീയം അത് തന്നെയല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, അദ്ദേഹത്തിന് പുറത്തു പോകണമെങ്കിൽ തന്നെ 40 വണ്ടിയും അതിന്റെ പോലീസുകാരും ഭയങ്കര അകമ്പടിയോടെയാണ്. ജനപ്രതിനിധികൾ ഇങ്ങനെ പോകുന്നത് ജനങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ പറ്റില്ല. അതിപ്പോഴുള്ള പൊതുവായ ഒരു ട്രെൻഡാണ്. ഇപ്പം ഒരു നേതാവ് എത്രമാത്രം ജനപ്രിയനാണോ അത്രമാത്രം അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സർക്കാർ
അല്ല Tax- അതിപ്പോ നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ കണ്ടിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററും ഞാനും കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ഒക്കെ സാധാരണ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഓഫീസിൽ പോകുന്ന പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്. അതെ, ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടെന്ന് പറയുന്ന ആളിനെ സംരക്ഷിക്കാനാണ്, ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത്. ടാക്സ് പേയേഴ്സ് മണി. അച്ഛന് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഈ ഹോച്ചിമിൻ വിയറ്റ്നാം പ്രസിഡന്റ് ഇവിടെ വന്നു. അവർ ഈ MP-മാരെ അഡ്രസ് ചെയ്തപ്പോ കാഷ്വലായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉപജീവന മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞു പൊളിറ്റിക്സ് ആണ്. അപ്പൊ പിന്നെയും ഇത് ചോദിച്ചു, എന്താണ് ഉപജീവന മാർഗം? പൊളിറ്റിക്സ് ആണ്. അപ്പൊ അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്തത് അതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ വിയറ്റ്നാമിന്റെ പ്രസിഡന്റാണ്, പക്ഷെ എന്റെ ഉപജീവന മാർഗം അതല്ല. ഞാനൊരു കർഷകനാണ്. അപ്പോ 9 മണിക്ക് ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ കൃഷി ചെയ്യുന്നു, 5 മണിക്ക് തിരിച്ചു ചെന്നിട്ട് ഞാൻ കൃഷിപ്പണി ചെയ്യുന്നു. അതെന്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നു. ഈ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അങ്ങനെ തന്നെ. അതെ. അപ്പൊ ഈ പ്രസിഡന്റ് എന്നുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സേവനമാണ്. അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ MP-മാരൊക്കെ വാവളിച്ചിരുന്നു. കാരണം ഇവിടെ ഭാരതത്തിലെ രാഷ്ട്രീയം എന്നുള്ള ഉപജീവന മാർഗമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പൊളിറ്റിക്സ് ആണെന്ന് എന്നെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കാറുണ്ട്. കാരണം ഇവിടെ ഇത്രമാത്രം പൊളിറ്റീഷ്യൻസ്, ഈ പൊളിറ്റിക്സ് കൊണ്ട് ഉപജീവനം നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കേരളത്തിലാണ്. ഉദാഹരണത്തിന് കേരളത്തിന്റെ രോഗം എന്താണ്, അതിന്റെ പ്രതിവിധി എന്താണ് എന്ന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒന്ന് അവതരിപ്പിച്ച. ഇവിടെ അത് 2 സിംറ്റംസ് ഉണ്ട് ഇവിടെ, അതിൽ നിന്ന് രോഗം മനസ്സിലാകും. 1 അമിതമായ മദ്യപാനം, 2 അമിതമായിട്ടുള്ള ലോട്ടറി. അപ്പൊ ഇത് രണ്ടും ഒരു സിംറ്റമാണ്. ഈ മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ആ മായാജാലത്തിൽ ജീവിക്കുന്ന, ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള ഒരു തീഷ്ണത മലയാളിയുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കബളിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ഇവിടെയാണ്. ഈ പുറത്തുനിന്നൊക്കെ കോടികൾ വാഗ്ദാനം ചെയ്ത് പലരും വന്ന് ഇവരെ പറ്റിച്ചോണ്ട് പോകും. പോയി കഴിയുമ്പോഴാണ് പിന്നെ പോലീസിൽ അറിയിക്കുന്നത് 40 ലക്ഷം കൊണ്ടുപോയി, 1 കോടി കൊണ്ടുപോയി. ഒരു മെത്രാനെയും കളിപ്പിച്ചല്ലോ. അതെ, 15 ലക്ഷം അദ്ദേഹത്തിന്റെയും പോയി. അപ്പൊ ഇത് മലയാളിയെ കളിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തമ മാർഗമാണ് ഈ പണത്തിന്റെ ഇതില്. അത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഒന്നുപോലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ലോട്ടറി. അപ്പൊ ഇതിൽ രണ്ടിലും നമ്മൾ കാണുന്ന നമ്മുടെ മലയാളികളുടെ വസതി സർക്കാരിന്റെ വരുമാനം ഇത് രണ്ടുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മായാവലയത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പും ഇത് അതിന്റെ നിലനിൽപ്പിന് ഇങ്ങനെയുള്ള മായാജാലത്തിൽ ജീവിക്കുന്ന ജനതയെ ആവശ്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഈ ബൂർഷ്വാ പ്രോളിറ്റേറിയറ്റ് എന്നുള്ള കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ നിലനിന്നെങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് പ്രസക്തിയുള്ളൂ. അപ്പൊ ഈ പ്രോളിറ്റേറിയറ്റ് നിർമ്മിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ ബൂർഷ്വാ ആയല്ലോ. അതെ, പക്ഷെ അത് വേറൊരു രീതിയാണ്. പക്ഷേ അത് ആലോചിച്ച് നോക്കിയ വെസ്റ്റ് ബംഗാള് 38-35 വർഷം മാർക്സിസ്റ്റുകാർ ഭരിച്ചില്ലേ? എന്താണ് അതിന്റെ ഏറ്റവും വലിയ സംഭാവന? അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്നുള്ള കേരളമാണ്. കാരണം ഇന്ന് വരുന്ന ഈ ബംഗാളി വർക്കേഴ്സ് മുഴുവൻ ഇവിടെ വരുന്നത് മാർക്സിസ്റ്റിന്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. അപ്പോ മാർക്സിസം വലിയൊരു സേവനം കേരളത്തിൽ ചെയ്തിരിക്കുന്നത് ബംഗാളികളെ ഇവിടെ ജോലിക്കാരായിട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ കുറച്ചുനാൾ ഇങ്ങനെ ഭരിച്ചു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഗവർണറെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അല്ലല്ല, ബംഗാളിലേക്ക് നമ്മുടെ അത് നമ്മുടെ പ്രത്യേകതയാണ്, നമ്മുടെ രാഷ്ട്രീയ ഇതുണ്ടല്ലോ. പക്ഷെ ഇത് നമുക്ക് കാണേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ബലഹീനതകളെ ഈ പാർട്ടികള്, മതങ്ങള് എല്ലാം ചൂഷണം ചെയ്യാണ്. അപ്പൊ ഈ 2 ബലഹീനതകൾക്ക് മലയാളിക്കുണ്ട്. അപ്പൊ പാർട്ടികള്, ഉദാഹരണത്തിന് ഭാരതത്തിൽ ഒരിടത്തും ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ മന്ത്രിമാർക്ക്, ഓരോ മന്ത്രിക്ക് 25 മുതൽ 30 വരെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. മറ്റേ സെൻട്രൽ ഗവൺമെന്റ് തന്നെ 6-8 ഒക്കെ ഉള്ളു. അത് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആണ്. ഇതെല്ലാം പാർട്ടി വർക്കേഴ്സ് ആണ്. അത് പെൻഷൻ ഉണ്ടാക്കുന്ന പരിപാടി. അല്ല, പെൻഷനുണ്ട്. 2 വർഷം പോലും ജോലി ചെയ്യാത്ത ഈ പേഴ്സണൽ സ്റ്റാഫിന് ജീവിതകാലം മുഴുവൻ പെൻഷനും പിന്നെ കുടുംബ പെൻഷനും ഉണ്ട്. ഇത് എവിടെ നടക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ സാമ്പത്തിക തകർച്ചയിലേക്ക് വരാനുള്ള ഒരു മൂല കാരണം നമുക്ക് ആദർശമില്ലാത്ത രാഷ്ട്രീയം എന്ന് ഗാന്ധി പറഞ്ഞത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇന്ന് കേരളത്തിലാണ്. യാതൊരുവിധ ആദർശവുമില്ലാത്ത ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി. അപ്പോ ഈ ആദർശ ധീരത കൊണ്ടുവരേണ്ട കടമ ആർക്കാ?
അവിടെയാണ് മതത്തിന്റെ പ്രസക്തി വരുന്നത്. 100%. ഇനിയിപ്പോ മതം തന്നെ ഇങ്ങനെയുള്ള ആദർശ ധീരത നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അല്ല, മതം ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ കൈ പിടിച്ചുകൊണ്ട് അതെ, അവര് പോകുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്കും കൂടെ ചേർന്ന് നടക്കാനൊക്കുമോ, അവരുടെ സംരക്ഷണത്തിൽ ഞങ്ങൾക്കും കുറച്ചുകൂടെ എന്തെങ്കിലും സമ്പാദിക്കാനൊക്കുമോ എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ മതത്തിന് രാഷ്ട്രീയത്തിൽ ധർമ്മബോധം വരുത്താനായിട്ട് എന്ത് സംഭാവന ചെയ്യാം? അതെ, അത് ഇന്ന് കേരളത്തിന്റെ വലിയൊരു ശാപമാണ്. നമ്മളുടെ മതങ്ങളുടെ ആ ധാർമ്മിക ശക്തി നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കമ്മ്യൂണിസത്തിന്റെ ഉത്ഭവത്തെ പറ്റി അച്ഛനറിയാമല്ലോ. യൂറോപ്പില് ഇറ്റ് വാസ് എ റിയാക്ഷൻ ടു ക്രിസ്ത്യൻ ഹിപ്പോക്രസി ദാറ്റ് ഗേവ് ബർത്ത് ടു കമ്മ്യൂണിസം. ഇന്നിപ്പോ ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ കമ്മ്യൂണിസം അധികാരത്തിലുള്ളൂ, നമ്മുടെ കേരളത്തില്. കാരണം എന്താണ്? ഈ അന്നത്തെ അവസ്ഥ, ദ ഹിപ്പോക്രസി ഓഫ് ദ റിലീജിയസ് പീപ്പിൾ, റിലീജിയസ് ലീഡേഴ്സ് എക്സിസ്റ്റ് ഇൻ കേരള. അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസം ഫ്ലറിഷ് ചെയ്യാണ്. ആൻഡ് ആസ് ലോങ് ആസ് ദിസ് ഹിപ്പോക്രസി റിമെയിൻസ്, കേരള വിൽ ബി റൂൾഡ് ബൈ കമ്മ്യൂണിസം. അതിപ്പോ വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വടക്കുള്ളടത്ത് ഈച്ച വരും, അതിന് ഈച്ച കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ, വടക്കുണ്ടാകാതിരിക്കണം അവിടെ. യേശു പറഞ്ഞു, സത്യപ്രവാചകൻ വന്ന് അവന്റെ ദൗത്യം നിർവഹിച്ച ശേഷം കള്ളപ്രവാചകൻ വരും. അതെ, അപ്പോൾ ക്രിസ്തുവിന്റെ മാർഗം വന്ന ശേഷം മാത്രമേ മാർക്സിസത്തിന് വരാനുള്ളൂ. അപ്പൊ ഇവിടെയാണ് വേറെ ഒരു വലിയ പ്രത്യാശ ഞാൻ കാണുന്നത്. ഈ ക്രിസ്തുവിന്റെ മാർഗം എന്ന് അങ്ങ് പറഞ്ഞല്ലോ, അത് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ലോകത്തില് ക്രിസ്തു മാർഗം ആദ്യമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ഈ മണ്ണിലാണ്, കേരളത്തിലാണ്. അതെ അതെ, അതുകൊണ്ടാണ് ഇവിടെ മാർഗം കളി, മാർഗവാസികൾ എന്നൊക്കെ പറഞ്ഞുണ്ട്. അതുപോലെ ഈ ക്രിസ്തു മാർഗത്തിൽ നിന്ന് വളർന്നു വന്ന 5 സഭകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതില് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്, ശക്തമായിട്ടിരിക്കുന്നത്, ഏറ്റവും തകർച്ചയിലേക്ക് പോകുന്നതാണ് സീറോ മലബാർ. പിന്നെ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് സീറോ മലങ്കര. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഓർത്തഡോക്സ്, യാക്കോബ, മാർത്തോമ. ഇങ്ങനെ 5 സഭകള് ഈ ക്രിസ്തു മാർഗത്തിൽ നിന്നും ഉത്ഭവിച്ച, അല്ലെങ്കിൽ ആ മാർഗം ഉൾക്കൊണ്ട് വന്നിരിക്കുന്ന 5 സഭകളുടെ കേന്ദ്രമാണ് ഈ കേരളം. അപ്പൊ ഈ സഭകൾ ഈ ക്രിസ്തു മാർഗത്തിൽ നിന്ന് ഒരുമിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ഈ നശീകരണ പ്രവണതകളിൽ നിന്നെല്ലാം കേരളത്തെ രക്ഷിക്കാൻ പറ്റും. ഇതാണ് ദൈവരാജ്യത്തിന്റെ ദൗത്യമായിട്ട് നമുക്കുള്ളത്. ചൈതന്യ കേരള സൃഷ്ടിക്ക് വേണ്ടി ഈ 5 ക്രിസ്തീയ സഭകളെങ്കിലും ക്രിസ്തു മാർഗത്തിൽ ഒന്ന് ഒരുമിക്കുക. അതാണ് നമ്മള് ഈ ത്യാഗാർച്ചന എന്ന ഐഡിയോളജി, അത് ക്രിസ്തു മാർഗമാണ്. ഇപ്പൊ ഗാന്ധിജി ആ ക്രിസ്തു മാർഗത്തിന് സത്യാഗ്രഹം എന്നൊരു സാധന ഉണ്ടാക്കി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം സ്വന്തമാക്കിയെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കൊരു സാധന പോരാ, ഒരു ഐഡിയോളജി വേണം. അതാണ് ത്യാഗാർച്ചന. അത് കേരളത്തെ ഉദ്ധരിക്കുന്ന ഒരു ദൗത്യത്തിൽ കേരളത്തിലെ ആചാര്യ ഇപ്പൊ പറഞ്ഞ ഈ മുഖ്യമായ സഭകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നൊരു പ്രത്യാശയുണ്ടോ? സഭകൾ ഒരുമിച്ചില്ലെങ്കിലും സഭയിലുള്ള സത്യാന്വേഷികളായിട്ടുള്ള ക്രിസ്തു ശിഷ്യര്, വിശ്വാസികളെന്ന് മാത്രം പോരാ, ശിഷ്യത്വം വേണം. വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. ഈ വിശ്വാസം ഒത്തിരി പേരുണ്ട് നമുക്ക്. ഞാൻ പറയുന്നത് സഭയായിട്ട് ഇതിൽ സഹകരിക്കുമെന്ന് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം സഭയ്ക്ക് അതിന്റെ പരിമിതികളുണ്ട്. സഭ ഒരു പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി ആണ്. പിന്നെ അതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റമിക് ചേഞ്ച് ഒരിക്കലും അകത്തുനിന്നുണ്ടാകാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി സിസ്റ്റമിക് ചേഞ്ച് ഇസ് ഓൺലി പോസിബിൾ വെൻ യു വർക്ക് ഓൺ ദ സിസ്റ്റം. അവിടെയാണ് പ്രവാചകൻ. ഒരു ഉദാഹരണം പറഞ്ഞാല്, കേരളത്തില് ചർച്ച് ബില്ല് പാസ്സാക്കാൻ പോകുന്നു എന്ന ഒരു ശ്രുതി വന്നപ്പോൾ ഈ പറയുന്ന എല്ലാ സഭകളുടെയും ബിഷപ്പന്മാർ ഒന്നായി തീരുകയും അവര് വന്ന കേരള മുഖ്യമന്ത്രിയെ കണ്ട് ഒരിക്കലും അത് നടപ്പാക്കരുത് എന്നൊരേ സ്വരത്തിൽ പറയുകയും ചെയ്തല്ലോ. ബിഷപ്പന്മാരുടെ ആധിപത്യത്തിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടം വരുന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ അന്നേരം 100% ഇവിടെ ഐക്യമുണ്ട്. അതെ, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു യുദ്ധം ഉണ്ടായ ഭാരതത്തിൽ ഐക്യം ഉണ്ടാവും. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് നന്മ വരുന്ന കാര്യത്തിൽ ഐക്യത പുലർത്താൻ ഇത്രമാത്രം പ്രയാസം? എന്താണ്? പ്രകൃതി നിയമത്തിൽ നന്മയ്ക്ക് വേണ്ടി ആളുകൾ യോജിക്കുന്നതിൽ കൂടുതലും തിന്മയ്ക്ക് വേണ്ടി യോജിക്കാനാണ് മനുഷ്യന്റെ. നമ്മളും ആ പ്രകൃതി നിയമത്തിന് അടിമകളാണ്. നാം സഭയായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? യേശുവിന്റെ ശരീരമാണ് സഭയെന്ന് പറയുകയും ഞങ്ങൾ പ്രകൃതി നിയമത്തിന് മാത്രം അടിമകളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ കരയണമോ ചിരിക്കണമോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രൈമറി സ്കൂളിൽ പോയിട്ട് കാൽക്കുലസ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ പറയുന്നത്. പക്ഷേ
ഈ നമുക്ക് വേണ്ടത് ഈ കാൽക്കുലസ് പഠിക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട് കേരളത്തിൽ. അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഞാൻ കാണുന്ന കേരളത്തില് ഇന്നിപ്പോ ഒരു സീനിയർ സിറ്റിസൺസ് വലിയ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും ലോകപരിചയവും സാമ്പത്തികമായിട്ടുള്ള സ്വയം പര്യാപ്തതയുള്ള ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഉള്ള ഒരു നാടാണ് കേരളം. ഇനി ഈ സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ചെറുപ്പക്കാർക്ക് എന്തിനു വേണ്ടി ജീവിക്കണം എന്നൊരു ഉത്കണ്ഠയാണ് വേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്തിനു വേണ്ടി മരിക്കണം എന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. കാരണം കാലം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ 78 വയസ്സായി. എന്റെ ചിന്ത എങ്ങനെയാണ്, എന്റെ ഈ അവസാന കാലഘട്ടത്തിൽ എങ്ങനെ ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കാം. അപ്പൊ അങ്ങനെ ഈ സീനിയർ സിറ്റിസൺസിന് നമുക്കൊരു 100-200 പേരെ കിട്ടിയാൽ ധാരാളം മതിയല്ലോ. കേരള ചരിത്രം നമുക്ക് ഇനിയുമുള്ള വളരെ പരിമിതമായ സമയത്തില് 1, 2, 3, 4 ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന ഫലം ഇതാണ് എന്നൊന്ന് സൂചിപ്പിക്കാമെങ്കിൽ നമുക്ക് ചർച്ച അധികം പ്രയാസം. അതെ, ആദ്യമേ ഞങ്ങൾ ചെയ്തത് ആശ്രമം സ്ഥാപിച്ചു, ദൈവകൃപ ആശ്രമം. അപ്പൊ അത് ഒരു സാക്ഷ്യമായിട്ട്, ദൈവകൃപയുടെ സാക്ഷ്യമായിട്ട് മീറ്റിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ തുടങ്ങി. രണ്ടാമത് നമ്മളൊരു നാഷണൽ സെമിനാർ വിളിച്ചുകൂട്ടി, ഗ്രേറ്റർ ഇന്ത്യ മൂവ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്റഗ്രൽ റിലയൻസ് വലിയൊരു ലോങ് ടേം ഇതാണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് ഗ്രേറ്റർ ഇന്ത്യ മൂവ്മെന്റ്, എക്കണോമിക് സോഷ്യൽ മോറൽ ഫ്രീഡംസ് ഓഫ് ഇന്ത്യ. ഇനി ആ എക്കണോമിക് സോഷ്യൽ മോറൽ ഫ്രീഡംസ് ഓഫ് ഇന്ത്യ മസ്റ്റ് ബിഗിൻ വിത്ത് എക്കണോമിക് സോഷ്യൽ മോറൽ ഫ്രീഡംസ് ഓഫ് കേരള. അവിടെയാണ് ഈ ത്യാഗാർച്ചന ചൈതന്യ കേരളം മഹായജ്ഞം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ അതിന്റെ ഒരു മാനുവൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആശ്രമത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് ഈ ത്യാഗാർച്ചന ദൈവകൃപ മഹായജ്ഞം. അതിൽ നിന്നാണ് ത്യാഗാർച്ചന ചൈതന്യ കേരള മഹായജ്ഞം വളർന്നു വരുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എല്ലാം ദൈവകൃപയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന്റെ പൊതുവായ നന്മയാണ്. ഇത് വളരെ പരിമിതമായിട്ട് പലർക്കും തോന്നും, പക്ഷെ ഇത് സത്യമാണ്. നമ്മൾ രാവിലെ എണീക്കുന്നത് തന്നെ ദൈവകൃപ കൊണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ മരണത്തിലൂടെ ഒന്ന് കടന്നുപോയ മനുഷ്യനാണ്. അപ്പൊ ഈ ജീവിതം എന്നുള്ളത് ദൈവദാനമാണെന്ന് അനുഭവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എല്ലാം ദൈവകൃപയാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ ആശ്രമത്തിന്റെ പേര് തന്നെ ദൈവകൃപ ആശ്രമം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോ ഈ ത്യാഗാർച്ചന ദൈവകൃപ മഹായജ്ഞത്തിൽ, ത്യാഗാർച്ചന എന്ന ഐഡിയോളജി, ഈ മഹായജ്ഞത്തിന്റെ ഭാഗമായിട്ട് പല കർമ്മ പദ്ധതികളുണ്ട്. ഉദാഹരണത്തിന് മാതാപിതാ ഗുരു സേവനം. കാരണം ഒരു സമൂഹത്തിന്റെ ധാർമ്മിക നിലവാരം ആ സമൂഹത്തിലെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുമുള്ള ആ ബന്ധം, അവരോടുള്ള കടമ, അവരോടുള്ള ആ കൂട്ടായ്മ, ആ കരുതല്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും. അപ്പോ ഈ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു സമൂഹത്തിൽ ദൈവകൃപ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മള് കേരളത്തിൽ ഇന്ന് എന്തുമാത്രം വൃദ്ധസദനങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഞാന് നമ്മുടെ മറ്റേ ആശ്രമത്തില് ഒരു കരുണാലയമുണ്ട് അമ്മമാർക്ക് വേണ്ടി. അവിടെ വന്നിരിക്കുന്ന അമ്മമാരെല്ലാം തന്നെ നടയിരുത്തി പോയിട്ടുള്ള അമ്മമാരെ പോലീസ് ഉണ്ടാക്കുന്നതാണ്. നടയിരുത്തി എന്ന് വെച്ചാൽ എന്താണ്, അമ്മയുടെ ഉപയോഗം പെട്ട് കഴിയുമ്പോ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെയോ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പോകും. ഇവര് അൾസൈമേഴ്സ് ബാധിച്ച അല്ലെങ്കിൽ ഡയമെൻഷ്യ ബാധിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്കറിയില്ല. പിന്നെ പിറ്റേ ദിവസം പൂജാരി വന്ന് നോക്കുമ്പോൾ ഇരിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ പോലീസിനെ അറിയിക്കുന്നു, പോലീസ് ഇങ്ങനെയുള്ളടത്ത് ഏൽപ്പിക്കുന്നു. അപ്പൊ ഇത് കേരളത്തിൽ നിന്ന് വലിയൊരു ഇതായിട്ട് ഏറ്റവും കൂടുതൽ ഈ വൃദ്ധമന്ദിരങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇനി ഇതിൽ ഒത്തിരി പേരും പണം വാങ്ങിയിട്ടാണ് വൃദ്ധമന്ദിരം നടത്തുന്നത്. അപ്പൊ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പണമൊന്നും ഇല്ലാതെ പാവപ്പെട്ടവർക്ക് വലിയ ഒരെണ്ണം തുടങ്ങുന്നത്. അങ്ങനെയാണ് മേരിമാതാ കരുണാലയം അവിടെ തുടങ്ങിയത്, കോൺഗ്രിഗേഷനെ വിളിച്ച് ഏൽപ്പിച്ചത്. അപ്പൊ ഈ ആദ്യമേ നമ്മുടെ കേരളത്തിലെ പ്രവർത്തന പദ്ധതിയാണ് മാതാ പിതാ ഗുരു സേവനം. അപ്പോൾ രണ്ടാമത്തതാണ് നമ്മുടെ ഒരു ഈ പഞ്ചായത്തി രാജ് ജനാധിപത്യം. ജനങ്ങളിലേക്ക് അധികാരം കടന്നു വരുന്നു. ഇന്നിപ്പോ ബ്രിട്ടീഷുകാർ അധികാരം തന്നു, പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി ഗവൺമെന്റ് ഉണ്ടാക്കുന്നു, ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ നമ്മള് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നു. അന്നത്തെ ബ്രിട്ടീഷ് സാഹബ് വരെ ഇന്നത്തെ നമ്മുടെ ലോക്കൽ സാഹബുണ്ട്, അവരാണ് അവിടുത്തെ അധികാരികൾ. ആ ടേംസ് തന്നെ കളക്ടർ അതിന്നും റിട്ടൈൻ ചെയ്യാണ്. ഇൻഡിജിനസ് കൊളോണിയലിസം. അതെ, ഇതിപ്പോ ഇന്ത്യൻ വേർഷൻ ഓഫ് ദി കൊളോണിയൽ ഇതാണ് നടക്കുന്നത് ഇവിടെ. നേരെ മറിച്ച് ജനങ്ങളിലേക്ക് അധികാരം വരാൻ ഗാന്ധിജി പറഞ്ഞ ഗ്രാമസ്വരാജ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് മണിശങ്കർ അയ്യരും രാജീവ് ഗാന്ധിയും കൂടി ചേർന്നാണ് പഞ്ചായത്തി രാജ് ജനാധിപത്യം കൊണ്ടുവരുന്നത്.
അത് ഇതുവരെ ഒരിടത്തും പ്രായോഗികമാക്കാൻ പഞ്ചായത്ത് സാധിച്ചിട്ടില്ല രാജിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച വ്യക്തി മണിശങ്കറായിരുന്നു. അതെ, എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിന് അന്നൊരു അദ്ദേഹത്തിന്റെ ഓഫീസ് നടത്തി ഇതൊരു ഹോട്ടലില്ല, അശോക ഹോട്ടലിലായിരുന്നു പുള്ളിക്ക് ഓഫീസ് ഉണ്ടായിരുന്നത്, ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ അന്ന് മുതലേ അറിയാം. പക്ഷെ ഇത് ഒരു പ്രായോഗികമാക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യമേ ഒരു പാർട്ടി ലെസ് ജനാധിപത്യമാണ് ആവശ്യം. പക്ഷെ ഇവിടെ കേരളത്തിലെല്ലാം പാർട്ടിയാണ്. എവിടെയും ഇപ്പൊ ഈ ഗ്രാം സ്വരാജ് എന്നുള്ള നമ്മുടെ സങ്കല്പത്തിലേക്ക് മുഴുവൻ പാർട്ടിയെ കടന്നു വന്നിരിക്കുന്നു. കേരളത്തിൽ പുരോഹിതന്മാർ പോലും പാർട്ടി ചേരുക. അതെ. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് നമുക്കൊരു മലയാളിയുടെ ഒരു എപ്പിഡമിക് പോലെ നമ്മളെ ബാധിച്ചിരിക്കുകയാണ്, രാഷ്ട്രീയ തിമിരം. അപ്പോ ഈ രാഷ്ട്രീയ തിമിരത്തിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിക്കുക, അതിന് പഞ്ചായത്തി രാജ് ഡെമോക്രസി എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് ഉണ്ട്. എന്റെ പല സുഹൃത്തുക്കളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്, നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് എന്റെ വലിയൊരു സുഹൃത്താണ്. വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചാണ്. ഇപ്പൊ അവരെല്ലാം കൂടിയിട്ടൊരു ഈ ചൈതന്യ കേരള മഹായജ്ഞത്തിന്, ത്യാഗാർച്ചന ചൈതന്യ കേരള മഹായജ്ഞത്തിന്റെ അതിന്റെ പ്രസിഡന്റ് കൂടി ഇപ്പൊ ഇദ്ദേഹമാണ്. ഞാൻ അതിന്റെ ഒരു രക്ഷാധികാരിയാണെന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു പഴയ ഒരു ട്രേഡ് യൂണിയൻ ലീഡർ ഉണ്ട്, തമ്പാൻ തോമസ്. അദ്ദേഹം അവിടുന്ന് പാർട്ടിയെല്ലാം വിട്ടിട്ട് അദ്ദേഹം പറയുന്നു ഇത് മാത്രമേ ഭാരതത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ, അത് കേരളത്തിൽ നിന്ന് വേണം തുടങ്ങാൻ അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ പാർട്ടി സംവിധാനം എന്നുള്ളത് കേരളത്തിൽ ഇത്ര ശക്തമായതുകൊണ്ട് കേരളത്തിൽ ജനമില്ലെങ്കിലും പാർട്ടിയുണ്ടാവും. അപ്പോ ഇതിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ 2020 എന്നൊക്കെ ഒരു പുതിയ പാർട്ടി, ഞാൻ പാർട്ടിക്കാരനല്ല, പക്ഷെ ഞാൻ കാണുന്ന ഈ 2020 ഒരു വലിയൊരു പ്രത്യാശ കേരളത്തിന് വളർന്നു വരുന്നുണ്ട്. കാരണം ആ മനുഷ്യൻ സാബു ജേക്കബ് എന്ന് പറയുന്ന അതിന്റെ സ്ഥാപകൻ സ്വന്തം പിതാവിന്റെ സ്ഥാപനത്തിൽ ബാത്റൂം ടോയ്ലറ്റ് കഴുകി വളർന്നു വന്ന മനുഷ്യനാണ്. അധ്വാനിച്ച് പണം ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ പണത്തിന്റെ ഭാഗം കൊടുത്തിട്ടാണ് ആ പഞ്ചായത്തുകളെ അവിടുന്ന് രക്ഷിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചൊരു വ്യക്തിയുള്ള വേറെ ഒരു പാർട്ടി ഇവിടെ ഇല്ല. എല്ലാവരും രാഷ്ട്രീയം തൊഴിലാക്കി എടുത്തിട്ട് അതിൽ നിന്ന് കോടികൾ സമ്പാദിച്ച് നടക്കുന്നതാണ്. പക്ഷേ ഈ അടുത്തിടെ അദ്ദേഹം കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നും പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വില നഷ്ടപ്പെടുത്തി എന്നൊരു സങ്കടം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് ശരി, സം എക്സ്റ്റെന്റ് ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോ സാബു ജേക്കബിന് ഒരു പരിമിതിയുണ്ട്. ഈ മറ്റു പാർട്ടികൾക്കുള്ളതുപോലെ സോഷ്യൽ മീഡിയ ശക്തമായ നെറ്റ്വർക്ക് അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ വരും, അപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറയപ്പെടും. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ബലിയാടാണ് അദ്ദേഹം. അതല്ലെങ്കിൽ ഈ സാബു ജേക്കബിനെ സംബന്ധിച്ച് ഹിസ് ക്യാരക്ടർ, ഹിസ് കാലിബർ ഇത് വേറെ ആർക്കും ഇല്ല. ഇത്രമാത്രം അധ്വാനിച്ച് സ്വന്തം ദൗത്യത്തിലോട്ട് വരും. അപ്പൊ ഈ പഞ്ചായത്ത് രാജിനെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ദൗത്യമാണ് ഭാരതീയ ധർമ്മം വളർത്തുക. ഭാരതീയ ധർമ്മം ഞാൻ പറഞ്ഞത് അത് വിശാലമാണല്ലോ. ഭാരതീയ ധർമ്മം കേരളത്തിൽ, അതെ, കേരളത്തില്. അപ്പൊ കേരളത്തില് ഒരു കടമകളുടെ ഒരു സംസ്കാരം വളർത്തുക. നമ്മൾ ഇതിന് അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് പറയുമ്പോൾ നമ്മൾ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ബുക്ക്ലെറ്റിൽ നിന്ന്, അതായത് ത്യാഗാർച്ചന ചൈതന്യ കേരള മഹായജ്ഞത്തിന്റെ ആരംഭ ഭാഗത്തെ ഏതാനും വാചകങ്ങൾ വായിച്ച് ഞാൻ ചർച്ച അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്നേഹ വിപ്ലവത്തിലേക്ക് സുസ്വാഗതം. ത്യാഗാർച്ചന ചൈതന്യ കേരള മഹായജ്ഞം കേരളത്തിൻ്റെ സമഗ്ര നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു സർവധർമ്മ സ്നേഹ വിപ്ലവമാണ്. അവകാശങ്ങൾ ഞങ്ങൾക്കില്ല, കടമകൾ ഞങ്ങളുടെ പാവന ലക്ഷ്യം, ഞങ്ങളുടെ കടമകൾ നിറവേറ്റിയിടാൻ ഞങ്ങൾ നേടും സ്വാതന്ത്ര്യം. ഇതെന്നെ വളരെ ആകർഷിക്കുന്ന ഒരു സംജ്ഞയാണ്. അതായത് സ്വാതന്ത്ര്യം നാം എങ്ങനെ ഉപയോഗിക്കണം, കടമകൾ നിർവഹിക്കുന്നതിനായിട്ട് നാം സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്ന ആശയം ഫിലോസഫിയിൽ അത് വളരെ വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മീയതയിൽ അതിനേക്കാൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആധുനിക മനുഷ്യൻ്റെ ചിന്താഗതിയിൽ അവിടെ അവകാശങ്ങൾ മാത്രം നിൽക്കുകയും കടമകൾക്ക് യാതൊരു ഇടമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളുടെ പട്ടിക ഹിന്ദു സ്വരാജ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്നു. ആ ലിസ്റ്റിൽപ്പെട്ട ഒരു പുസ്തകമാണ് ജോസഫ് മെസ്സീനിയുടെ ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ എന്ന പുസ്തകം.
അത് വാസ്തവത്തിൽ എല്ലാവരും വായിക്കേണ്ട പുസ്തകം തന്നെയാണ്. ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ. അത് 1930 ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം വളരെ വളരെ സുദീർഘമായി അവതരിപ്പിക്കുന്ന ഒരു ആശയം ഇതാണ്: മനുഷ്യൻ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുമ്പോൾ അതൊരു സമൂഹത്തെ ശിഥിലീകരിക്കുന്നു, അത് മനുഷ്യത്വത്തെ തന്നെ കീറിമുറിക്കുന്നു. നമുക്കിന്ന് വേണ്ടത് അവകാശങ്ങളിൽ നിന്ന് കടമകളിലേക്കുള്ള ഒരു തിരുത്തലാണ്, ഒരു മനമാറ്റമാണ് എന്ന് വളരെ വളരെ കൃത്യമായി, വളരെ വിശ്വസനീയമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. അത് ഗാന്ധിജിയെ നന്നേ സ്വാധീനിച്ചു എന്നത് ഞാൻ പറഞ്ഞൊരു തിരുത്തിൽ വരട്ടെ. ജോസഫ് മെസ്സിയുടെ പുസ്തകം 1930 അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ്. ഞാൻ ഓർമ്മയിൽ വന്ന പിശകിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ ആശയം ആചാര്യശ്രീ അവതരിപ്പിക്കുന്നതോട് ഞാൻ വളരെയധികം യോജിക്കുകയാണ്. ഞാൻ ആ ഭാഗം വീണ്ടും വായിക്കട്ടെ. ഞങ്ങളുടെ കടമകൾ നിറവേറ്റിയിടാൻ ഞങ്ങൾ നേടും സ്വാതന്ത്ര്യം. അത് കേരളത്തിൽ പ്രത്യേകിച്ചും അന്വർത്ഥമാണ്. കാരണം ഇവിടെയാണ് കടമകളെ പറ്റിയുള്ള ചിന്തകളും താല്പര്യങ്ങളും ഏറെക്കുറവും അവകാശങ്ങളെ പറ്റിയുള്ള മുറവിളികൾ ആകാശം ഭേദിക്കുന്ന വിധത്തിൽ. ഇവിടെ എല്ലാവർക്കും അവകാശങ്ങളാണ്. അവകാശങ്ങൾ കൊണ്ട് ഇവിടെ വീർപ്പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ ആർക്കും കടമയില്ല, എല്ലാവർക്കും അവകാശം. ഇതാണ് കേരളത്തെ അധപ്പതനത്തിൻ്റെ വക്കിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു ഘടകം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് അർത്ഥവത്തായ ഈ ഒരു സംവാദത്തിൽ ആചാര്യശ്രീയുമായി അല്പസമയം ചിലവഴിപ്പാനും അതിൽ നിങ്ങളെ ഉൾപ്പെടുത്തുവാനും ഇടയാതിൽ അതീവമായി സന്തോഷിക്കുന്നു. ഇനിയുള്ള നാളുകളിലും ഇപ്രകാരമുള്ള ചർച്ചകൾ തുടരുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ പങ്കെടുക്കുന്നതിൽ, ഇതിനോട് സഹകരിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മയുണ്ടാകട്ടെ, നന്മ മാത്രം ഉണ്ടാകട്ടെ.